നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി രമണീയണം. പ്രകൃതി രമണീയം രമണീയം. മഞ്ഞിലോ മീമിനെ കിട്ടി. മീൻ. ഹലോ ഗൈസ്, രാജ്യത്ത് ഞങ്ങൾ കുഞ്ഞു പിള്ളേരുമായിട്ട് ഒരു യാത്രയിലാണ്. ഹായ്. സംഭവം ഞങ്ങൾ പൊരിവെയിലത്ത് ഒന്ന് റൗണ്ട് അടിക്കാൻ ഇറങ്ങിയതാ. അല്ല റിത്തൂസേ? പരി എങ്ങോട്ടാ പോകുന്നത്? പുഴയല്ലോ. നമ്മൾ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്ത് എന്ന് പറയാം. അതേപോലെ സംഭവം ഞങ്ങളെ വീടിൻ്റെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. 2-2.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയി വന്നപ്പോഴാണ് ഇതാ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞത്. വാവേ, ഇത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. ഇതുവരെ ഒന്നില്ലല്ലേ? ഇതെവിടെ? നാട്ടിൽ തന്നെ. ഇത്രയും കാലം ഞങ്ങൾക്ക് അറിയാത്തൊരു കഥ. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വീഡിയോസായിട്ട് എത്തിയിരിക്കുന്നത്. വീട് മുഴുവൻ ഒരു പനി കയറി ഇറങ്ങിയപ്പോൾ ഹോസ്പിറ്റലുമായുള്ള ഓട്ടത്തിലായിരുന്നു. ഏതായാലും ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഏതായാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല ഉറപ്പുള്ള തൂക്കുപാലാട്ടോ. ഇത്ര ധൈര്യത്തിൽ പോവാം. ഇത് നമ്മൾ ഇരുവഞ്ഞിപ്പുഴയാണ്. ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്താണ്. തോട്ടത്തിൻ കിടവ്. വെള്ളത്തിൽ ചാടണം. അനെ വെള്ളത്തിൽ ചാടണോ? എന്നാ വാ. എന്താ പരിപാടി? ഇനി വെള്ളത്തിൽ ഇറങ്ങിയതാ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാല്ലേ. അതിനിടയിലാണ് അവിടെ നിന്ന് പരിചയപ്പെട്ട അവർ ഏട്ടനും മോനും ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മീനെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളെ വിളിച്ചു. പാമ്പ് പോലുണ്ട്. തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങളെല്ലാവരും ഒരു ഊഞ്ഞാലാട്ടൊക്കെ നടത്തിട്ടോ. ഉണ്ടാവും അർഷാനിന്റെ വക. ഇഷ്ടായോ? ഞമ്മ തലയടിച്ചു വെക്കണ്ടേ? ആരാരോ അടി തെറ്റിയാല് ആനയും വീഴുന്നല്ലേ. ഇതാ നൈസായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്റെ മോളെ കയ്യിലുണ്ടായി പോയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ ചെറുതും വലുതുമായ സന്തോഷങ്ങൾക്ക് വലിയ യാത്രകളൊന്നും വേണമെന്നില്ല. ഇത്തരം നിമിഷങ്ങൾ മതി ഒരു ദിവസം കളറാകാൻ. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെയും കാണാം കേട്ടോ. ബൈ.